എല്ലാവരെയും പൈസക്കാരാക്കാൻ ശ്രമിക്കൂല, എല്ലാവരെയും സമ്പന്നരാക്കാൻ വേണ്ടി സ്റ്റെപ്സ് എടുക്കൂല. ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എന്താ പറയാ സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും അവർ പല വഴികളിലൂടെ, ചിലപ്പോൾ അവർ സ്ട്രക്ചേർഡ് അല്ലാത്ത വഴികളിലൂടെ കാര്യങ്ങൾ പഠിച്ച് സമ്പന്നരാകുന്നു. എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവും, പക്ഷേ ആൾക്കാരുടെ ഡിമാൻഡ് കൂടി, റിക്വയർമെൻറ്റ്സ് കൂടി, എന്തില്ലാതെയായി മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാവും. ഈ ബാക്കിയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, പക്ഷേ ഈ ഭാഗം ആഗ്രഹിക്കുന്ന മെറ്റീരിയൽസും എല്ലാം ആഗ്രഹിക്കുന്ന സാധനം അവിടെ കിട്ടാനില്ല. അത് വേറെ സ്റ്റേജിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കും. എല്ലാവർക്കും വലിയ വീട് വേണം, എല്ലാവർക്കും വലിയ കാറ് വേണം, എല്ലാവർക്കും നല്ല ഫെസിലിറ്റീസ് ഉള്ള എല്ലാം വേണം. എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു ചിന്തയാ, എന്തുകൊണ്ട് എല്ലാവരും പണക്കാരാവുന്നില്ല. സൈദ്, നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിലെ ആഗ്രഹിക്കുന്ന പണം ആളുകൾക്ക് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ സയൻറ്റിഫിക്കലി പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ട് എല്ലാവരും പണക്കാരാകുന്നില്ല, അല്ലേ? ഒരു സാധാരണക്കാരായ മനുഷ്യനോട് ചോദിച്ചാൽ പണക്കാരനാകണം അല്ലെങ്കിൽ കുറേ കാശുണ്ടാക്കണം എന്നുള്ളതാണല്ലോ എല്ലാവരും, അപൂർവം ആളുകൾ പറയും. ഓക്കെ, എന്തുകൊണ്ടാണ് എല്ലാവരും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ പണക്കാരാകാത്തത്? ഞാൻ ശരിക്കും മണി മേക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പല വഴികളിലൂടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാർട്ടിസിപ്പൻസ്, എൻ്റെ ട്രെയിനിങ് എടുക്കുന്ന എൻ്റെ പ്രൊഫഷണൽസാണ്, എൻ്റെ ഫിനാൻസ് മാസ്റ്ററി എന്ന് പറയുന്ന വർക്ക്ഷോപ്പിൽ വരുന്ന എൻ്റെ ഓൺട്രപ്രണേഴ്സാണ്. അപ്പോൾ എൻ്റെ അൾട്ടിമേറ്റ് പർപ്പസ് പറഞ്ഞാൽ അവരെ കൂടുതൽ റിച്ച് ആക്കുക, അവരെ വെൽത്തി ആക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് എൻ്റെ റിസർച്ച് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്യണത് ഈ മണി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെയാണ് ഞാൻ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ശരിക്കും ഇതൊരു എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു ചിന്തയാണ്, എന്തുകൊണ്ട് എല്ലാവരും പണക്കാരാവുന്നില്ല. ഈവൻ ഇപ്പോൾ നമ്മൾ ലോകത്തിലെ വൻ സാമ്പത്തിക രാജ്യങ്ങളിൽ ഒന്നായ അമേരിക്കയിൽ പോലും പട്ടിണി പാവങ്ങളുണ്ടല്ലോ ഇഷ്ടം പോലെ ഒരു സൈഡിൽ. എന്നാലോ ഒരുപാട് ബില്യനേഴ്സും മില്യനേഴ്സും ഒക്കെ ഉള്ള മൾട്ടി മില്യനേഴ്സ് ഉള്ള കൺട്രിയാണ് അമേരിക്ക. എന്നിട്ടും അവിടെയും പാവങ്ങളും പട്ടിണികളും ഉണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമ്മളെ രാജ്യത്തിലെ ഇക്കോണമി, ഇപ്പോൾ നമ്മളെ കൺട്രി എടുത്താലും ഏത് രാജ്യത്തെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇക്കോണമിക്ക് ഒരു സൈക്കിൾ ഉണ്ട്. ദാറ്റ് മീൻസ് ഒരു ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ സൈക്കിൾ എന്ന് വേണമെങ്കിലൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മളെ രാജ്യം എപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം നമ്മളെ ഇക്കോണമിയുടെ സൈക്കിൾ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരാനായിരിക്കും. ദാറ്റ് മീൻസ് ഒരു ഇക്കോണമി ഒരു ബൂമിങ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ രാജ്യം നന്നായിട്ട് വളരും. അപ്പോൾ ബൂമിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ആൾക്കാരിലേക്ക് പണം വരും, നല്ല പോലെ ആൾക്കാരുടെ എന്താ പറയുക സ്പെൻഡിങ് കൂടും. മാത്രമല്ല ആൾക്കാരിലേക്ക് നന്നായിട്ട് പണം വന്നു തുടങ്ങുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ ആഗ്രഹിക്കുന്ന പണമൊക്കെ പലരിലേക്കും വരും. ഇത് എല്ലാവരിലേക്കും പണം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കാണുക, ഇപ്പോൾ നമ്മൾ ഈ ഓഫീസിൻ്റെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴെയുള്ള എല്ലാവരിലേക്കും പണം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? വാല്യൂ ഇല്ലാതെ പോകും. അവിടെയുള്ളൊരു പ്രോബ്ലം ഇക്കോണമി, ദാറ്റ് മീൻസ് ഒരു പീക്ക് സ്റ്റേജിലേക്കായിരിക്കും എത്തുക. എല്ലാവരുടെ കയ്യിലേക്ക് ഇഷ്ടം പോലെ പണം വന്നു കഴിഞ്ഞാൽ ഇക്കോണമി പീക്ക് സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുടെ റിക്വയർമെൻറ്റ് കൂടും, നമ്മുടെ ആഗ്രഹങ്ങൾ കൂടും, നമ്മളെ ആവശ്യങ്ങൾ കൂടും. എല്ലാവർക്കും വലിയ വീട് വേണം, എല്ലാവർക്കും വലിയ കാറ് വേണം, എല്ലാവർക്കും നല്ല ഫെസിലിറ്റീസ് ഉള്ള എല്ലാം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആഗ്രഹങ്ങൾ കൂടുമ്പോൾ നോർമലി ആൾക്കാരുടെ ഡിമാൻഡ് നന്നായിട്ട് ഹൈ ആകുമ്പോൾ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കുറയും. രണ്ട് കാര്യമാണ്. ഒന്ന്, എല്ലാവരുടെ കയ്യിലും പണം വന്നു കഴിഞ്ഞാൽ പിന്നെ പണത്തിനോടോ അല്ലെങ്കിൽ പണക്കാരോടുള്ള വാല്യൂ കുറഞ്ഞു പോകും. രണ്ടാമത്തെ കാര്യം, അത് സൈക്കോളജിക്കൽ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം ബാക്കുക, എല്ലാവരുടെ കയ്യിലേക്കും പണം വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കാർക്കെല്ലാം ആവശ്യങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അതിനുള്ള മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി കുറയും. അപ്പോൾ ഇത് വേറെ സൈഡിലേക്ക് ഇക്കോണമി ഡൗൺ സ്റ്റേജിലേക്ക് വരും. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാകാൻ, ഈ നാട്ടിലെല്ലാവരും കോടീശ്വരന്മാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാ ആളുകളുടെയും ആവശ്യകത റോൾസ് റോയ്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതെ അല്ലേ? അപ്പോൾ റോൾസ് റോയ്സിൻ്റെ അവൈലബിലിറ്റി കൂടും, അല്ല ഡിമാൻഡ് കൂടും അല്ലേ? തീർച്ചയായും. അപ്പോൾ റോൾസ് റോയ്സ് അത്രയും ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് റോൾസ് റോയ്സ് മാറും, അല്ലേ? അപ്പോൾ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, പ്രൊഡക്ട്സുകളുടെ അവൈലബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും.
കുറയും. അത് ഇക്കോണമിയെ നേരെ ഡൗൺ സ്റ്റേജിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇക്കോണമിയിൽ നിന്ന് ആദ്യം ഇക്കോണമി വലുതാക്കാനായിരിക്കും, ഒരു ബൂമിംഗ് സ്റ്റേജിലേക്ക് എത്തിക്കാനായിരിക്കും ഗവൺമെൻറ് എപ്പോഴും ട്രൈ ചെയ്യുക. അതെ. പക്ഷെ ബൂമിംഗ് സ്റ്റേജിനെ ഒരിക്കലും പീക്ക് സ്റ്റേജിലേക്ക് എത്തിക്കൂല. പീക്ക് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവിടെ സംഭവിക്കുക എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവും, പക്ഷേ ആൾക്കാരുടെ ഡിമാൻഡ് കൂടി, റിക്വയർമെൻറ്റ്സ് കൂടി, എന്തില്ലാതെയായി, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ഇല്ലാതാവും. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും ഗവൺമെൻറ് ശ്രമിക്കില്ല. അപ്പോൾ ഈ ഭാഗം നമ്മൾ പറഞ്ഞത്, ഒരു ഇക്കോണമി പോകുന്നത് എക്സ്പാൻഷൻ സ്റ്റേജ് കയറിയിട്ട് അത് പീക്ക് സ്റ്റേജിലെത്തും. പീക്ക് സ്റ്റേജ് കയറി കഴിഞ്ഞാൽ പിന്നീട് അവിടെ വലിയൊരു ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഇക്കോണമിയിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് പോളിസീസ് എടുക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മാർക്കറ്റിൽ നിന്ന് പൈസ ഇല്ലാതാവും, ആൾക്കാരുടെ കയ്യിൽ പൈസ കുറയും, അത് കോൺട്രാക്ഷൻ സ്റ്റേജിലേക്ക് എത്തും. കോൺട്രാക്ഷൻ സ്റ്റേജ് കുറച്ചും കൂടി ഡേഞ്ചർ സോണിലേക്ക് എത്തുമ്പോൾ അത് ഡിപ്രഷൻ സ്റ്റേജിലെത്തും. ആരുടെ കയ്യിലും പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. പിന്നീട് ഗവൺമെൻറ് റിക്കവറി സ്റ്റേജിൽ വേണ്ടിയുള്ള സ്റ്റെപ്സ് എടുക്കും, ആൾക്കാരുടെ കയ്യിലേക്ക് കുറച്ച് പണം വന്നു തുടങ്ങും. ഇത് ശരിക്കും ഗവൺമെൻറ്റും RBI ഒക്കെ എടുക്കുന്ന സ്റ്റെപ്സും സ്ട്രാറ്റജീസും പോളിസികളുമാണ്. പിന്നീട് ഇക്കോണമി ബൂമിംഗ് സ്റ്റേജിലെത്തും, കുറച്ചും കൂടി ആൾക്കാരുടെ കയ്യിലേക്ക് നല്ല പണം എത്തുമ്പോൾ പീക്ക് സ്റ്റേജിലേക്ക് എത്തും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കറക്കാൻ ഒരിക്കലും ഗവൺമെൻറ് ട്രൈ ചെയ്യൂല. കാരണം പീക്ക് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഡിപ്രഷൻ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടും ഡേഞ്ചറാണ്. പീക്ക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും പൈസ, എവിടെ നോക്കിയാലും നമ്മൾ കാണുന്ന എല്ലാവരുടെ കയ്യിലും ഇഷ്ടം പോലെ പൈസ. ഇബാക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരുടെ കയ്യിലും പ്രീമിയം കാറുകൾ, എല്ലാവർക്കും നല്ല ലക്ഷറി വീടുകൾ. ചിന്തിക്കാൻ പോലും പറ്റില്ല, കാരണം ഡിമാൻഡ് കൂടിയ മെറ്റീരിയൽസ് അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. ഡിപ്രഷൻ സ്റ്റേജിലേക്ക് വന്നാലോ, ഡൗൺ സ്റ്റേജിലേക്ക് വന്നാലോ ആരുടെ കയ്യിലും പൈസ ഇല്ല. അപ്പൊ ഈ രണ്ട് സ്റ്റേജിലും എത്താതെ മാർക്കറ്റ്, ഇക്കോണമി ആ രീതിയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതായിരിക്കും ഗവൺമെന്റുകളൊക്കെ എപ്പോഴും ബാലൻസ് ചെയ്ത് പോകാൻ. അതുകൊണ്ടാണ് ഈ വാക്ക എല്ലാവരും ഞാൻ പറയുന്നു, ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ സ്കൂളിലോ കോളേജിലോ കിട്ടില്ല. ഇവാൾക്ക് നിങ്ങൾ 19 വർഷം നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് എന്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? എല്ലാവരെയും പൈസക്കാരാക്കാൻ ശ്രമിക്കൂല, എല്ലാവരെയും സമ്പന്നരാക്കാൻ വേണ്ടി സ്റ്റെപ്സ് എടുക്കൂല. അറിഞ്ഞോ അറിയാതെയോ സിസ്റ്റം അതിനുവേണ്ടി ഒരു കാരണവശാലും ട്രൈ ചെയ്യൂല. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെയാണ്, അതാണ് അതിന്റെ റിയാലിറ്റി. അതിൽ നിന്നുകൊണ്ട് പിന്നെ എങ്ങനെ ചിലവന്മാർ അവിടെയാണ് ശരിക്കും നമ്മൾ ഈ ബാധിക്കുക. ചില ആൾക്കാർ കോൺഷ്യസ് ആയിട്ട്, ചില ആൾക്കാർ ഒരു പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എന്താ പറയുക, സമ്പത്ത് ഉണ്ടാക്കുന്നതിനെ പറ്റി ചിന്തിക്കുകയും അവർ പല വഴികളിലൂടെ, ചിലപ്പോൾ അവർ സ്ട്രക്ചേർഡ് അല്ലാത്ത വഴികളിലൂടെ കാര്യങ്ങൾ പഠിച്ച് സമ്പന്നരാകുന്നു. ചില ആൾക്കാർ കോൺഷ്യസ് ആയി നല്ല എക്സ്ക്ലൂസീവായിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കും. കുറച്ച് നാൾ വളരെ കോൺഷ്യസ് ആയിട്ട് അത്യാവശ്യം സമയവും ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ചാൽ 100% പഠിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ ശരിക്കും പ്രൊവൈഡ് ചെയ്യുന്ന ആ ട്രെയിനിങ് ആണല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ വാക്ക് ഞാൻ പറയണത്, അങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് ട്രെയിനേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പഠിച്ചാൽ നമുക്കും പണം ഉണ്ടാക്കാനുള്ള 100 കൂട്ടം വഴികളും, നമ്മളിലേക്കും നല്ല പണം ഉണ്ടാക്കാനുള്ള ഒരുപാട് വഴികൾ കണ്ടെത്തി നല്ല സമ്പത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് എല്ലാവർക്കും പറ്റട്ടെ, അല്ലേ? തീർച്ചയായും എല്ലാവർക്കും സമ്പത്ത് ഉണ്ടാക്കാൻ പോട്ടെ. ഈ സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊതുവെ ഞാൻ എൻ്റെ പാർട്ടിസിപ്പൻസിനോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിച്ചൂടെ? പിന്നില്ലേ, ഒരു പോർഷൻ നമ്മൾക്ക് നമ്മളെ പാരൻസിനെയും നമ്മളെ ഫാമിലിക്കും കൊടുത്തൂടെ? മറ്റുള്ളവർക്ക് സഹായിച്ചു. തീർച്ചയായിട്ടും. മൂന്നാമത് ഞാൻ പറയാറുള്ളത്, നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി, നമ്മളെ ഫാമിലിയുടെ ഫ്യൂച്ചറിന് വേണ്ടി സേവ് ചെയ്തൂടെ? നാലാമത് അർഹതപ്പെട്ട ആൾക്കാർക്ക് ചാരിറ്റി കൊടുത്തൂടെ? അതിനൊക്കെ കാശ് സമ്പാദിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, നമ്മളിലേക്ക് പണം വരണമെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. സ്കൂളുകളിൽ നിന്നോ കോളേജിൽ നിന്നോ ഈ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടില്ല. താങ്ക് യു സോ മച്ച്. ഇതെന്തായാലും ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ചിലപ്പോൾ ചില കാര്യങ്ങൾ പുതിയ അറിവാണ്. അതുപോലെ എനിക്ക് നമ്മുടെ ഓഡിയൻസിനും ആൾക്കാർക്ക് കിട്ടട്ടെ, നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കാം. അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.